വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ ചക്ക സീസണിൽ പല റെസിപ്പീസും ട്രൈ ചെയ്യാറുണ്ടല്ലേ. പച്ച ചക്ക കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ചക്കപ്പുഴുക്ക്. നമ്മളെ നാട്ടിൽ ചക്ക വരകിയത് എന്നാണ് പറയൽ. നല്ല മൂത്ത പഴുക്കാത്ത ചക്ക ജസ്റ്റ് കുക്കായാലും മാഷ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു നാടൻ ഡിഷാണിത്. ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് ചക്കൻ്റെ പകുതി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചക്ക വരകിയത് ഉണ്ടാക്കാൻ എടുക്കുന്ന ചക്ക മൂത്തതായിരിക്കണം, പക്ഷെ പഴുത്തതാവരുത്. അങ്ങനത്തെ ചക്കനെ കൊണ്ട് ഉണ്ടാക്കിയാലാണ് സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാവാൻ. കൂടുതൽ ഫ്ലേവർ ആവാൻ വേണ്ടിയിട്ട് ബീഫിൻ്റെയോ മട്ടൻ്റെയോ കൊട്ട് മാത്രമായിട്ട് കിട്ടും വാങ്ങാൻ. ഇതിൻ്റെ കൂടെ കുറച്ച് മീറ്റ് വേണമെങ്കിൽ അതും ആഡ് ചെയ്യാം. പക്ഷേ കൊട്ട് മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കിയാൽ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. കൊട്ട് കിട്ടുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഇല്ലാതെ ഉണ്ടാക്കാം. ഇതിന് പകരം ചിലർ ഫിഷ് ഇട്ടിട്ടും ഉണ്ടാക്കും. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പ്രഷർ കുക്കറിൽ 400 ഗ്രാം കൊട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1.5 കപ്പ് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വന്നാൽ 25 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി ഓരോ ചക്കച്ചോളയും ഇതുപോലെ കുരു പുറത്തെടുക്കാൻ മാത്രം 2ആയിട്ട് സ്പ്ലിറ്റ് ആക്കിയാൽ മതി. അധികം ചെറുതാക്കൊന്നും വേണ്ട, എന്തായാലും കുക്കായാലും മാഷ് ചെയ്യുന്നതാണ്. ചക്കൻ്റെ കുരുവിലെ മേലയിലെ വൈറ്റ് സ്കിന്ന് മാത്രം ഇതുപോലെ കളഞ്ഞെടുത്താൽ മതി. ഇനി ഇത് കുക്കായി പ്രഷർ റിലീസായ കൊട്ടിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു വിസിൽ വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് ചേർക്കാനുള്ള തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കണം. അതിനുവേണ്ടി 1 കപ്പ് തേങ്ങയിലേക്ക് 1.5 ടീസ്പൂൺ പെരിഞ്ജീരകം, 7 അല്ലി വെളുത്തുള്ളി, 2 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് മിക്സിയിലൊന്ന് ഒതുക്കിയെടുക്കാം. ഈ ഒരു ടെക്സ്ചറിലാണ് വേണ്ടത്. ഇനി കുക്കായി വന്ന ചക്കയിൽ കൊട്ടെല്ലാം ഒന്ന് എടുത്ത് മാറ്റാം. മാഷ് ചെയ്യാനുള്ള എളുപ്പത്തിനാണ് കൊട്ടെടുത്ത് മാറ്റുന്നത്. ഇത് കളയരുത്, ലാസ്റ്റ് മിക്സ് ആക്കാൻ ആവശ്യമുണ്ട്. എന്നിട്ട് കംപ്ലീറ്റ് മാഷ് ചെയ്യണം. നന്നായിട്ട് കുക്കായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. ഞാൻ ഈ ഒരു മന്തിനെ കൊണ്ടാണ് ഉടച്ചെടുക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് മാഷ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ ഒതുക്കി വെച്ച തേങ്ങ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സായി വന്നപ്പോൾ മഞ്ഞൾപ്പൊടി കുറഞ്ഞ പോലെ തോന്നിയിട്ട് 1/4 ടീസ്പൂണും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ എടുത്ത് മാറ്റി വെച്ച കൊട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നല്ലപോലെ മിക്സ് ആകുമ്പോൾ സ്റ്റിക്കി ടെക്സ്ചറിലാണ് ഉണ്ടാവാൻ. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ടിട്ട്, കുറച്ച് ഡ്രൈ ആയതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്തൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും ഇട്ട് മിക്സ് ചെയ്താൽ ചക്ക വരകിയത് റെഡിയായി. കൊട്ടും ഫാറ്റും മീറ്റൊന്നും ചേർക്കാതെ പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ ലാസ്റ്റ് കടുകും കറിവേപ്പിലയും കായ്മുളകും കാച്ചി ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ എല്ലാവരും ചക്ക സീസൺ കഴിയുന്നതിന് മുമ്പ് ഈ ഡിഷ് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങൾക്കിത് ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായോ അല്ലെങ്കിൽ മീൻകറിൻ്റെ കൂടെ 1 ടൈം സിമ്പിൾ മീലായോ വെറുതെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ദിസ് ബിജു ഫഹീമ ഹിയർ. ടേക്ക് കെയർ. ബൈ ബൈ.